പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദായുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിന്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരാത്യരുടെ കുലങ്ങൾ. ഏഥാമിന്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ. ഇസ്രായേൽ, ഇഷ്മ, ഇത്ബാസ്. അവരുടെ സഹോദരിക്ക് ഹസലോൽപാനി എന്നു പേർ. പെനുവേൽ ഹെദോരിന്റെ അപ്പനും ഏസർ ഹൂഷായുടെ അപ്പനും ആയിരുന്നു. ഇവർ ബെത്ലഹേമിന്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അസ്കൂരിന് ഹേല, നയര എന്ന 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നയര അവന് അഹൂസാം, ഹേഫർ, തെമനി, ഹായ, ഹസ്താരി എന്നിവയെ പ്രസവിച്ചു. ഇവർ നയരായുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, ഏത്നാൻ, കോസ്, ആനൂബിനെയും സോബേബെയെയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഷൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. എസ്തോൻ ബേത് രാഫയെയും പാസേഹയെയും ഈർനാഹാഷിന്റെ അപ്പനായ തെഹിന്നയെയും ജനിപ്പിച്ചു. ഇവർ രേഖ നിവാസികളായിരുന്നു. കെനസിന്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായാവ്. ഒത്നിയേലിന്റെ പുത്രന്മാർ ഹദത്ത്, മെയോനോദായി. ഒഫ്രയെ ജനിപ്പിച്ചു. സെരായാവ് ഗേഹരാസീമിന്റെ അപ്പനായ യോബാബിനെ ജനിപ്പിച്ചു. അവർ കൗശലപ്പണിക്കാരായിരുന്നുവല്ലോ. യഫുന്നയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലായുടെ പുത്രന്മാർ കെനസ്. യഹലലേലിന്റെ പുത്രന്മാർ സീഫ്, സീവ, തീര്യ, അസരയേൽ. ഇസ്രായുടെ പുത്രന്മാർ ഏഥർ, മേരത്, ഏഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിര്യാമിനെയും ഷമ്മയെയും എസ്തേമോവയുടെ അപ്പനായ ഇസ്ബഹിനെയും പ്രസവിച്ചു. അവന്റെ ഭാര്യയായ യഹൂദിയ ഗെദോരിന്റെ അപ്പനായ യോരേദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബേറിനെയും സാനോഹയുടെ അപ്പനായ യഹൂദിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരത് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിഥിയുടെ പുത്രന്മാർ. നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്മ്യനായ കെയീലയുടെ അപ്പനും മയഖാത്യനായ എസ്തേമോവയും തന്നെ. ഷീമോന്റെ പുത്രന്മാർ അബ്നോൻ, രീന്ന, ബെൻ ഹാനാൻ, തീലോൻ. ഇസിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദായുടെ മകനായ സേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും, മാരേശയുടെ അപ്പനായ ലദ്ദയും. ബെത് അസ്ബെയയിൽ ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബാനി വാസികളും. മോബാബിൽ അധികാരമുണ്ടായിരുന്ന യോവാസ്, സാരാഫ് എന്നിവരും യാസൂബി ലേഹേമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ. ഇവർ 9-ാം ഈമിലും ഇവർ നെഥായീമിലും ഗെദേരയിലും പാർത്ത കുശവന്മാർ ആയിരുന്നു. അവർ രാജാവിനോട് കൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ഷിമയോലിന്റെ പുത്രന്മാർ നെമൂവേൽ, യാമീൻ, യാരീബ്, സേരക്, ഷൗൽ. അവന്റെ മകൻ ഷല്ലൂം, അവന്റെ മകൻ മിബ്സാം, അവന്റെ മകൻ മിസ്മ. മിസ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമോവേൻ, അവന്റെ മകൻ സക്കൂർ, അവന്റെ മകൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായികയാൽ അവരുടെ കുലമെല്ലാം യഹൂദാ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷെബയിലും മോലാദയിലും ഹസർ ഷൂബാലയിലും ബിൽഹയിലും ഏസ്തമിലും തോലാദിലും ബെദൂബേലിലും ഹോർമായിലും സിക്ലാഗിലും ബെത് മർഖബോത്തിലും ഹസർ സൂസിലിമിലും ബെത് ബിരിയിലും ഷയരയിമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയീൻ, റിമോൻ, തോഖൻ, ആശാൻ. ഇങ്ങനെ 5 പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ അവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മെസോബാബ്, എംബ്ലേഹ്, അമസ്യാവിന്റെ മകനായ യോസ,
യോവേൽ അസീയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോസിബിയാവിന്റെ മകനായ യേഹു, എല്യോവനായി തയക്കോബ, യെസോഹായാവ്, അസായാവ്, അദീയേൽ, എസ്തിമീയേൽ, ബെനായാവ്, ഷെമയാവിന്റെ മകനായ സിമ്രിയുടെ മകനായ ഏദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ സിഫിയുടെ മകനായ സീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗേദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർവിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചലുള്ളത് കൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു. ശിമയോന്യരായ ഇവരിൽ 500 പേർ ഇഷിയുടെ പുത്രന്മാരായ പെലത്തിയാവ്, നേരിയാവ്, രഫായാവ്, ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്യരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു. വായിച്ചതായ തിരുവചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.